ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മൈ ഫ്രോക്സിൽ ഞാൻ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ ഇതിനു മുമ്പ് ഒരു ഫ്രോക്കിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രോക്കിൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ഈ വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവറാണിത്. ഇത് ഓർഗൻസ ക്ലോത്ത് ആണ്. ആദ്യം നമ്മൾ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം, ഇതുപോലെ ഒരു ബൗളോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ കമത്തി വെച്ചിട്ട് തുണിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചോക്കോ പെന്നോ എന്താണെന്ന് വെച്ചാൽ അതുപയോഗിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക. റൗണ്ടായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിങ്ങിൽ കൂടി നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 6 പീസുകൾ, 6 വട്ടത്തിലുള്ള 6 പീസുകൾ ഇതുപോലെ പാത്രം ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ക്ലോത്തിൽ നിന്നും 6 റൗണ്ടുകൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലോത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഞാനിവിടെ ഓർഗൻസ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഏത് ക്ലോത്തിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ വിട്ട് വരുന്ന തരം തുണിയാണെങ്കിൽ ജസ്റ്റ് ലൈറ്റർ കൊണ്ട് ഒന്ന് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ചൂടാക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ ക്ലോത്തിൻ്റെയും ഇതുപോലെ പിടിച്ചിട്ട് എല്ലാ റൗണ്ടിൻ്റെയും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ലൈറ്റർ കൊണ്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മെഷീൻ സ്റ്റിച്ചൊന്നും ഇല്ല, നമ്മൾ കൈകൊണ്ട് മാത്രമാണ് ഇത് തുന്നുന്നത്. നൂലും സൂചിയും മാത്രം മതി ഇതിന് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഓരോ പെറ്റൽസ് വീതം എടുത്ത് ഇതുപോലെ മടക്കുക. ഈ ക്ലോത്ത് ആയതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വിടർന്ന് നിൽക്കും. മടക്കിയിട്ട് നമ്മൾ ആദ്യം ഈ 5 പെറ്റൽസും എടുത്ത് മടക്കി ഇതുപോലെ മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കുക. ഫ്ലവർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു ഫ്രോക്കാണിത്. ഈ സെയിം ഫ്ലവറാണിത്. ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ്. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണിത്. പക്ഷേ ഇത് അധികം ആൾക്കാർ കണ്ടിട്ടില്ല, വ്യൂവേഴ്സ് കുറവായിരുന്നു ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കുക, ഈ ഫ്രോക്കും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെയുള്ള ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റിയ ഫ്ലവറാണിത്. ഈ സെയിം ഫ്ലവറിൻ്റെ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഓർഗൻസ ക്ലോത്ത് കൊണ്ട് തന്നെ റഫിളും ഉണ്ടാക്കിയിട്ടുണ്ട് താഴെയായിട്ട്. അപ്പോൾ ഈ റഫിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഈ ഫ്ലവറിൻ്റെ ഫ്ലവർ മേക്കിങ്ങുമാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ ഈ ഫ്രോക്കിൻ്റെ ലിങ്ക് കൂടി ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രോക്ക് കൂടി ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇതിനൊരു കമൻറ്റ് വന്നിരുന്നു, ഈ ഓറഞ്ച് റിബൺ ഉടുപ്പ് നല്ലതാണ്, ഓറഞ്ച് റിബൺ അത്ര മാച്ചാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓറഞ്ച് റിബൺ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ മാച്ചായിട്ട് തോന്നുന്നില്ലെങ്കിലും നേരിട്ട് വലിയ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കുറച്ചും കൂടി മാച്ച് തന്നെയാണ് ഈ ക്രീമും ഓറഞ്ചും കൂടി. ഇങ്ങനെ നമ്മൾ 6 പെറ്റൽസും ഇതേപോലെ ഈ 6 വട്ടത്തിലുള്ള തുണികളും ഇതുപോലെ പെറ്റൽസ് പോലെ മടക്കി മുട്ടുസൂചി കൊണ്ട് കുത്തിവെക്കുക. കണ്ടോ, ഇതുപോലെ ആ തുണികളെല്ലാം തന്നെ 6 എണ്ണവും ഇതുപോലെ മുട്ടുസൂചി ഉപയോഗിച്ച് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബേസായിട്ട് ഇതേ സെയിം ക്ലോത്തിൽ തന്നെയുള്ള ഒരു ചെറിയ തുണി എടുക്കുക. ഇനി സെയിം ക്ലോത്ത് തന്നെ ഇതുപോലെ ഒരു ക്ലോത്ത് മുറിച്ചെടുക്കുക സ്ക്വയറായിട്ട്. അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, ചെറിയൊരു ക്ലോത്ത് മുറിച്ചെടുക്കുന്നേ ഉള്ളൂ. ഈ പെറ്റൽസ് വെച്ച് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബേസായിട്ട് എടുക്കുന്ന ഒരു ക്ലോത്താണിത്. ഇനി നമുക്ക് ഇങ്ങനെ 4ആയിട്ടൊന്ന് മടക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കുക. എന്നിട്ട് നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഇതിനെ ആദ്യം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. തുണിയൊന്ന് മടങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ഇതിൽ ഓരോ പെറ്റൽസ് വീതം എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വട്ടത്തിൽ തയ്ച്ച് പിടിപ്പിക്കുക. ഇതിൽ 5 പെറ്റൽസും ഇതുപോലെ വെച്ച് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പെറ്റൽ വന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ മുകളിലേക്കും കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് മുട്ടുസൂചി ഊരി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വിടർന്ന് തന്നെ നിൽക്കും. ഓരോ പെറ്റൽസ് വീതം നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം. കൈകൊണ്ടാണ് തയ്ക്കുന്നത്, സൂചിയും നൂലും ഉപയോഗിച്ച് തന്നെ. അതുപോലെ നമ്മൾ ഒരു പെറ്റൽ തയ്ച്ച് പിടിപ്പിച്ചു. അതിനുശേഷം രണ്ടാമത്തെ പെറ്റലെടുത്ത് ഇതിനോട് ചേർത്ത് തന്നെ ഇങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിലേക്കും സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ 5 പെറ്റൽസും വെച്ച് തയ്ക്കുക. ഇതിപ്പം ഞാൻ ഈ 5 പെറ്റൽസും കണ്ടോ വട്ടത്തിൽ വെച്ച് തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുട്ടുസൂചി ഊരിയപ്പോൾ നല്ല വിടർന്ന് നിൽക്കുന്നുണ്ടോ, ഇതുപോലെ നിൽക്കുന്നുണ്ട്. ഇനി 5 പെറ്റൽസ് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഒരെണ്ണം നമുക്ക് ഇവിടെ ഇങ്ങനെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ. അപ്പോൾ ഈ ഗ്യാപ്പ് വരില്ല, ഈ മുകളിലേക്കുള്ള ഗ്യാപ്പും വരാതെ ഇത് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിലും കൂടി സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് സൂചി ഊരി കഴിയുമ്പോൾ നല്ലൊരു ഫ്ലവറായിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഇതും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ നടുക്കുള്ള പെറ്റലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മുട്ടുസൂചി കൂടി ഊരി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള വിടർന്ന ഒരു പൂവായി. സെയിം തന്നെയാണ് ഈ ഫ്ലവറും ചെയ്തിരിക്കുന്നത്.
നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്രോക്കിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, മെഷീൻ സ്റ്റിച്ച് ഒന്നുമില്ല. സാധാരണ തയ്ക്കാൻ അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ എല്ലാവരും ഇനിയും ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കി വെക്കുക. ഞാൻ ഇതിനു മുമ്പും കുറേ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.